സംസ്ഥാനത്ത് കഴിഞ്ഞ 8 വർഷത്തിനുള്ളിൽ 809 പേർക്കാണ് വന്യജീവി ആക്രമണത്തിൽ ജീവൻ നഷ്ടമായത്. ഇതിൽ 514 പേരും പാമ്പ് കടിയേറ്റാണ് മരിച്ചത്. കാട്ടാൻ ആക്രമണത്തിൽ 171 പേർക്കും ജീവൻ നഷ്ടമായി. കണ്ണൂർ, വയനാട്, പാലക്കാട്, തൃശൂർ, ഇടുക്കി, കൊല്ലം ജില്ലകളിൽ ന്യൂസ് മലയാളം ടീം നടത്തിയ അന്വേഷണ പരമ്പര പുറത്തുകൊണ്ടുവന്നത് കാടിറങ്ങുന്ന ഭീതിയുടെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. ആനയായിട്ട് ശല്യമുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ മുത്തശ്ശീനെ പിടിച്ചു കൊന്നത് ആന തന്നെയാ. ഈ സമയം പോലും ആയിട്ടില്ലായിരുന്നു അന്നും. അപ്പൊ അമ്മ അവിടെ ആണിനെ തിരിക്കൊണ്ടിരിക്കുമായിരുന്നു. മേളിൽ നിന്ന് ആന ഇറങ്ങി വന്നു, അമ്മനെ അടിച്ചു. അങ്ങനെ പെട്ടെന്ന് ബീവർ പറഞ്ഞ് ആ പെട്ടെന്ന് അവിടെ പോയി അവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നു. റോട്ടിക്ക് എത്തില്ല പോയേക്ക്. നിലമ്പൂരിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ച ചോലനായ്ക്കർ വിഭാഗത്തിൽപ്പെട്ട മണിയാണ് ഒടുവിലത്തെ ഇര. ജോലിക്ക് പോകുമ്പോൾ പണി കഴിഞ്ഞ് വീട്ടിലേക്കുള്ള മടക്കത്തിനിടയിൽ തൊഴിൽ സ്ഥലത്ത് വാഹനമോടിച്ച് യാത്ര ചെയ്യുമ്പോൾ, നടന്നു പോകുമ്പോൾ, പ്രഭാത സവാരിക്കിടയിൽ, കിടന്നുറങ്ങുമ്പോൾ, അങ്ങനെ മലയോര മേഖലയിലെ മനുഷ്യന്റെ ജീവിതയാത്രക്കിടയിൽ എപ്പോൾ വേണമെങ്കിലും ഒരു കാട്ടാനയോ കാട്ടുപന്നിയോ കാട്ടുപോത്തോ കടന്നലോ മരണവുമായി എത്താം. ഏപ്രിൽ മുതൽ 2024 ഡിസംബർ വരെയുള്ള കണക്കുകൾ പ്രകാരം സംസ്ഥാനത്ത് 809 പേർക്കാണ് വന്യജീവി ആക്രമണത്തിൽ ജീവൻ നഷ്ടമായത്. ഇതിൽ ഏറെയും ജീവൻ പൊലിഞ്ഞത് പാമ്പ് കടിയേറ്റ് 514 പേർ. കാട്ടാനയുടെ ആക്രമണത്തിൽ 171 പേർക്കാണ് ജീവൻ നഷ്ടമായത്. കാട്ടുപന്നി കാരണം 50 പേർക്കും, കടന്നൽ അല്ലെങ്കിൽ തേനീച്ചയുടെ കുത്തേറ്റ 42 പേർക്കും മരണം സംഭവിച്ചു. കടുവയുടെ ആക്രമണത്തിൽ 8 മനുഷ്യജീവനാണ് ഇല്ലാതായത്. കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ 9 പേർക്കും ജീവൻ നഷ്ടമായി. മരണം മാത്രമല്ല, മനുഷ്യന്റെ ജീവിതം തകർക്കുന്ന നഷ്ടങ്ങൾ പിന്നെയുമുണ്ട്. 2016 മുതൽ 24 വരെ 7646 പേർക്കാണ് വന്യജീവി ആക്രമണത്തിൽ പരിക്കേറ്റത്. 3968 പശുക്കൾ ചത്തു. 54,266 കർഷകർക്ക് കൃഷി നശിച്ചു. പലരുടെയും ഉപജീവന മാർഗമാണ് ഇല്ലാതായത്. വന്യജീവി ആക്രമണങ്ങൾ ഒഴിവാക്കാൻ വനം വകുപ്പ് നടപടികൾ സ്വീകരിക്കുന്നുണ്ടെങ്കിലും കർഷകർക്ക് പരാതികൾ ഏറെയുണ്ട്. ഞങ്ങൾ DFIയോട് കരഞ്ഞുകാണ് അപേക്ഷിച്ചാണ് ഒരു 10 ദിവസത്തെങ്കിലും നിങ്ങളുടെ ഫോഴ്സിനൊന്ന് നന്നായി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആന ഇറങ്ങാതെ നമുക്ക് കഴിച്ചു കൂട്ടാൻ പറ്റും. വെറും നിസാര 10 ദിവസം. ഇതിപ്പോൾ ഈ അവസ്ഥയിലാണെങ്കിൽ ഞാൻ പച്ച നെല്ല് നാളെ കൊയ്യാൻ പോകും, ഇല്ലെങ്കിൽ അതും കൂടി കിട്ടാത്ത ഒരവസ്ഥയാണ് ഇതുള്ളത്. നഷ്ടപ്പെട്ടവനക്ക് അതിൻ്റെ ആ വേദനയുള്ളൂ, കാണുന്നവനക്ക് വേദന അറിയില്ല. അതാണ് അവസ്ഥ. അപ്പോൾ എന്ന് പറയുക, എന്തായാലും ഈ ഒരു നയം തെറ്റായ ഒരു നയമാണ്. കാട്ടിലെ മൃഗങ്ങൾ കാട്ടിൽ തന്നെ വളർത്തുക, അത് മറ്റുള്ളവരുടെ മേലേക്ക് വരാനുള്ള ഒരു പ്രവണതയല്ല ഉണ്ടാവുന്നത്. അത് വലിയൊരു വിഷയമാണ്. പക്ഷേ ഞങ്ങൾക്ക് ജീവിക്കണം, ഞങ്ങൾ ജീവിക്കാൻ വേണ്ടി മാത്രം ചെയ്യണം. അല്ലാതെ ഞങ്ങൾ ധനികരാകാൻ വേണ്ടിയിട്ടൊന്നുമില്ല, കഞ്ഞി കുടിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ പണി ചെയ്യണത്. ഇതിൻ്റെ കഴിഞ്ഞ ദിവസം, അതായത് ഇതിൻ്റെ മുന്നിലെ ദിവസം എൻ്റെ ഭാഗത്താണ് ഇറങ്ങിയത്. അത് ആ ഭാഗത്താണ്. ഇന്നിപ്പോൾ ഇതിലിറങ്ങി പറഞ്ഞ് ഇത് നാളെ ഇന്ന് വൈകുന്നേരം അപ്പുറത്തായിരിക്കും ആന. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇരുട്ടാവും തോറും കർഷകന് നെഞ്ചിടിപ്പോട് കൂടിയാണ് ഇരിക്കുന്നത്. വേണ്ടത് ശാശ്വത പരിഹാരമാണ്. വന്യജീവികൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതിരിക്കാൻ ഭീഷണിയുള്ള സ്ഥലങ്ങളിലെല്ലാം വൈദ്യുത വേലികൾ വേണം. കൂടുതൽ RRTകളും ജീവനക്കാരും ആവശ്യമാണ്. സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി പല പദ്ധതികളുടെയും വേഗം കുറയ്ക്കുന്നുണ്ടെങ്കിലും വന്യജീവി ആക്രമണങ്ങളെ തടയാനുള്ള പദ്ധതികളെ ബാധിക്കരുത് എന്നാണ് കർഷകർ പറയുന്നത്. കാരണം അതിന് ജീവന്റെ വിലയുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് മലയാളം, പാലക്കാട്.